പ്രതിപേട്ട ഈ ന്യൂമറോളജി ന്യൂമോളജി ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് അതിൽ മെജോറിറ്റി ആൾക്കാരും ജ്യോതിഷം നോക്കാൻ പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് തലങ്ങളിൽ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും അവരുടെ പേരിൻ്റെ എനർജി, അവരുടെ നമ്പറിൻ്റെ എനർജി, ന്യൂമറിക്കൽ വാല്യൂസ് ഭയങ്കര വലുതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, നമ്മൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ, ബൈക്കിൻ്റെ നമ്പർ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമ്മൾ അലൈൻ ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ വാല്യൂള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ടോ അതിന് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് വളരെ വലുതാണ്. ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന പല ബിസിനസ് ഓണേഴ്സും, ഇപ്പോൾ ഈവൻ നമ്മുടെ ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ ബോളിവുഡിലെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും, അമിതാഭ് ബച്ചൻ, ഇവരുടെയൊക്കെ കൺസൾട്ടന്റ് അജയ് ബാംബിയാണ്. അദ്ദേഹത്തോട് എനിക്ക് വളരെ പേഴ്സണലി കോൺടാക്ട് ഉണ്ട്. ഡൽഹിയാണ്. എൻ്റെ എല്ലാ കോൺക്ലേവിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നൊരു അദ്ദേഹമാണ്. ഒരുപാട് ലീഡ് ചെയ്ത് നിൽക്കുന്ന പല ഈ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഈ ന്യൂമറോളജി നോക്കാറുണ്ട്. ന്യൂമറോളജി 2-3 തരങ്ങളുണ്ട്. ഇന്ത്യൻ ന്യൂമറോളജി, പൈതഗോറസ് സിദ്ധാന്തം, ഹീബ്രു ന്യൂമറോളജി. സോ ഇതിൻ്റെയൊക്കെ ഒരു വെർസറ്റാലിറ്റി ഭയങ്കര വലുതാണ്. ഇന്ത്യൻ ന്യൂമറോളജി ഭയങ്കര പവറാണ്. അതായത് ഒരാളുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എൻ്റെ നമ്പർ 1 വെച്ചോളൂ. 1 ആ 1 എങ്ങനെ എനർജി കൂട്ടാന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ടത്. ഞാൻ അവിടുന്ന് മുതൽ എൻ്റെ ഓരോ ദിവസവും ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ പോകുന്ന ഡേറ്റ് 1 ആനുപാതികമായി നിൽക്കുന്ന നല്ലൊരു സമയമാണോ നോക്കുക. നാളെ പോയി കഴിഞ്ഞാൽ ആ മീറ്റിംഗ് ചിലപ്പോൾ എനിക്ക് അത്രയും ഒരു വർത്തായിരിക്കണമെന്നില്ല, എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യാം. പിന്നെ ആ ടൈമിൽ എടുക്കുന്നത്, പിന്നെ അതുപോലെ ഞാൻ എടുക്കുന്ന ഫോർ എക്സാമ്പിൾ ബെൻസ് ആണെങ്കിൽ ബെൻസിൻ്റെ നമ്പർ എൻ്റെ ബർത്ത് നമ്പർ 1 കണക്ട് ചെയ്ത നമ്പർ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ഊർജ്ജ പ്രഭാവം ഉണ്ടാകും. അതായത് പോസിറ്റീവ് ഊർജ്ജത്തിനെ അബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഈ നമ്പേഴ്സിനുണ്ടെന്നല്ലേ പറയാം. ന്യൂമറിക്കൽ വാല്യൂസ് ഭയങ്കര പവർഫുൾ, ഒരു മിറാക്കുലസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ആൻഡ് രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവർക്കൊരു പാത്ത്, പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാവില്ല. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും നോക്കിയാൽ മനസ്സിലാവും. അതായത് അവർക്കൊരു റൈറ്റ് ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അതായത് അവർക്കൊരു വിഷൻ ഉണ്ടാവും, പക്ഷെ വിഷനിലേക്ക് എത്താൻ പറ്റില്ല. ഒരു ഫോക്കസ് ഉണ്ടാവും, ഫോക്കസിലേക്ക് എത്താൻ പറ്റില്ല. ഒരു മിഷൻ ഉണ്ടാവും, ആ മിഷൻ ഡീവേറ്റ് ചെയ്ത് പോകും. അവിടെയൊക്കെയാണ് ഈ ഒരു അപ്പർ ലൈഫ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ, പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറീസ് ലൈഫ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ന്യൂമറോളജിസ്റ്റും നൈമോളജിസ്റ്റിൻ്റെ ഈ സ്വാധീനം, അതും ക്വാളിറ്റിയുള്ള ന്യൂമറോളജിസ്റ്റ് ആയിരിക്കണം. എന്തും പറയുന്ന ഒരാളായിരിക്കരുത്. ഈ ഒരു നമ്പർ വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഒരു നമ്പർ മാറ്റിയാൽ മതി. മൊബൈൽ നമ്പർ മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന ഈ അൺവാണ്ടഡ് കോൾസ് കട്ടാവും. അവിടെ ഒരു ഭാഗ്യമായ ഒരുപാട് അവസരങ്ങൾ വരുമെന്നാണ് പറയുന്നത്. നമ്മളെ തേടി പ്രകൃതി അവസരം കൊടുക്കുമെന്ന് പറയുന്നില്ല. അതിൽ ചെറിയ കറക്ഷൻസ് നമ്മൾ മാറ്റണം. വിശ്വാസമില്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ നൈമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പുറമേ അറിയപ്പെടുന്ന പേര് എന്തെങ്കിലും ഒരു പേരായിരിക്കും, പക്ഷെ അവരുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് ആ പേരേ ആയിരിക്കില്ല. കാരണം പുറമേ അറിയപ്പെടുന്ന ചിലപ്പോൾ ആതിര എന്നായിരിക്കും, ആതിരയുടെ പേര് ചിലപ്പോൾ ചെൽസി എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര്, ആതിര കെ മേനോൻ, അല്ലെങ്കിൽ ആതിര ഗോപിനാഥ്, അല്ലെങ്കിൽ ആതിര ഷെഗാവത്ത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ആ പേര് പവറുണ്ടായിരിക്കും. ഒഫീഷ്യൽ ഡിക്ലറേഷനോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഡോക്യുമെന്റ്സ് എവിടെയെങ്കിലും കീപ്പ് ചെയ്യുമ്പോഴും ആ പേര് മാറ്റുമ്പോൾ നമുക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവും. ഇത് ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ന്യൂമറോളജിയും നൈമോളജിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ജനിക്കുന്ന സമയത്ത് അതായത് ഭാഗ്യ നമ്പറുണ്ട്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ എല്ലാ നമ്പേഴ്സും സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം നൈമോളജിയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും ഫിറ്റായി. അതായത് ഒരു കൈ നമ്മൾ കെയർ ചെയ്യുന്നു, അടുത്ത കൈ കെയർ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ സൈഡിൽ വരുന്ന ഭാഗ്യം അടുത്ത സൈഡിലേക്ക് കിട്ടാതെ വരും. വിശ്വസിക്കുന്നവർക്ക് മാത്രം കേട്ടോ. ന്യൂമറോളജിക്ക് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കൺസൾട്ടന്റ്മാർ പേ ഔട്ട് മേടിക്കുന്നത് ന്യൂമറോളജിയിലാണ്. വാസ്തു കൺസൾട്ടന്റിനെ പോലെ തന്നെയാണ് ഹീബ്രു ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നവരും. ഇന്ത്യൻ ന്യൂമറോളജിയുടെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഭയങ്കര വലുതാണ്. ഈ ന്യൂമറോളജിയും നൈമോളജിയും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നവർക്ക് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഭാഗ്യം വരും,
പക്ഷെ മറ്റേ സൈഡിന് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകാം. പക്ഷെ ഈ സക്സസ് നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പേര് മാറ്റിക്കഴിഞ്ഞാൽ ചില വലിയ ചേഞ്ചസിലേക്ക് വരാം. അതാണോ സാർ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നല്ല ഭാഗ്യമാണ്, ഒരുപാട് രീതിയിൽ പ്രശസ്തി ഉണ്ടാവാം, പണം സമ്പത്ത് ഉണ്ടാവാം, പക്ഷെ അതൊരു സമാധാനത്തോടെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതെ 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 അതെ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിരന്തര അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പുറത്തുണ്ടാവുന്ന സൗഭാഗ്യങ്ങളെ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ ചേഞ്ച് പോലെ നല്ലൊരു കൺസൾട്ടന്റ് ആണ്. സാധാരണ ജ്യോതിഷനല്ല. സാധാരണ ജ്യോതിഷന് ഇപ്പൊ കണക്കുകൂട്ടലുകളും ആ ഫ്യൂച്ചർ പ്രഡിക്ഷൻസും മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ദൈവജ്ഞന്മാരുണ്ട്. അത് പല ആൾക്കാരും പറയും ഞാൻ ചെയ്തു തരാമെന്ന് പറയും. പക്ഷെ എത്രയോ ക്യാഷ് കൊണ്ട് പലരും സ്പെൻഡ് ചെയ്തിട്ട് മനസ്സും എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്വാളിഫൈഡ് ജ്യോതിഷന്മാരിലേക്കോ ദൈവജ്ഞന്മാരിലേക്കോ ഒരു താന്ത്രിക് വിദഗ്ധന്മാരിലേക്കോ എത്താനുള്ള നിയോഗം ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഭാഗ്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പേരിനെ ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ പേരിനെ ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള യോഗം വരണമെങ്കിൽ നമ്മുടെ എന്താ പറയുക ന്യൂമറിക്കൽ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, പേരും ചേഞ്ച് ചെയ്യണം. അപ്പം ന്യൂമറോളജിയും നൈമോളജിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ പേര് കൊടുക്കുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആതിരയുടെ പേര് ആതിര പി എന്ന് വെച്ചോളൂ. ഒരു എക്സാമ്പിൾ, പി റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഏത് പ്ലാനറ്റിനെയാണ്, ആ പ്ലാനറ്റ് എന്ത് തരും, ലാസ്റ്റ് ആ പി നിൽക്കുന്നത്. ആതിരയുടെ എ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് പൊസിഷനിലാണ് അല്ലെ. അപ്വേർഡ് പൊസിഷൻ ആകുമ്പോൾ എപ്പോഴും ഒരു ഗ്രോത്ത് ഉള്ള പൊസിഷനാണ്. എപ്പോഴും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുമോ, ഏഷ്യാനെറ്റിന്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒരാളെ സ്പെസിഫിക് പറയുന്നതല്ല. ലോഗോ നോക്കുമ്പോൾ അപ്വേർഡ് ലോഗോ ഉള്ള ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഒരു ഫിനോമിനൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ പേരിന്റെ അക്ഷരം എങ്ങനെയാണെന്നുള്ള ആദ്യം ചെക്ക് ചെയ്തോളൂ. അപ്പോൾ പേരിന്റെ അക്ഷരം ചിലപ്പോൾ ഡൗൺവേർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. അവിടെ നെഗറ്റീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ ആതിരയ്ക്ക് എ അപ്വേർഡ് ആണ്, ടി അപ്വേർഡ് ആണോ? അല്ല, ഒരു എന്താ പറയാ, ഒരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അപ്വേർഡ് വന്നിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം? ആതിര പി മേനോൻ, മേനോന്റെ എം എന്താണ്? അപ്വേർഡ് ആണ്, വീണ്ടും വരുന്നു, എന്നുണ്ട് അല്ലേ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കറക്ഷൻസ് നല്ല എക്സ്പേർട്ടിന് മാറ്റാൻ പറ്റും. പിന്നെ ഈ കറക്റ്റ് ചെയ്യുന്ന ആൽഫബറ്റ്സ് പോലും ഏത് പ്ലാനറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലേ. നമ്മൾ പേടിക്കുന്ന പ്ലാനറ്റിനെ ആണെന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? നമുക്കെപ്പോഴും ഐശ്വര്യം തരാൻ പറ്റുന്ന പ്ലാനറ്റ്സ് ഏതാണ്, അതിന് കറക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യും. ഇവിടെയൊക്കെയാണ് ഒരു എന്താ പറയുക, ഒരു ലോജിക്കൽ സംഭവം അപ്ലൈ ചെയ്യേണ്ടത്. കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം കുറച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കല്ല, പ്രാക്ടിക്കലി ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉണ്ടാവുന്ന സംഭവമാണ്. ഈ കുട്ടി വന്ന് ഈ കുട്ടിക്ക് ഞാൻ എന്താ ചെയ്തു കൊടുക്കേണ്ടത്, ഈ പേര് മാറ്റി വേറൊന്ന് ഇടുന്ന സമയത്ത് ഈ പ്ലാനറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ, ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഒരു എക്സ്പേർട്ടിനുണ്ടെങ്കിൽ 100% നൈമോളജിയും ന്യൂമറോളജിയും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പേരും ഇത് മറ്റൊന്ന് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റാ. കൂടുതൽ സമയത്ത് പോകേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് പോയി കാണേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. പിന്നെ എസ്പെഷ്യലി മൊബൈൽ നമ്പർ ഭയങ്കര വലുതാണ് കേട്ടോ. മൊബൈൽ നമ്പറും വണ്ടിയുടെ നമ്പർ, ചില നമ്മൾ പല ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ വെഹിക്കിളിന്റെ നമ്പർ അവരുടെ ഒരു ഫാൻസി നമ്പർ ആയിരിക്കും. ആ ഫാൻസി നമ്പർ ആയിരിക്കും മേ ബി ചിലപ്പോൾ എൻ്റെ ചെയ്യുന്നവരുടെ മൊബൈൽ നമ്പർ, ചിലപ്പോൾ വീട്ടിലെ നമ്പറും അതായിരിക്കും, ഈവൻ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറും അതായിരിക്കും. സോ അവർ വളരെ അനലൈസ് ചെയ്തതിന് ശേഷം നല്ല എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എല്ലായിടത്തും ഭാഗ്യം കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു അച്ചീവ്മെന്റ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ അച്ചീവ്മെന്റ്സ് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഭാഗ്യം നമ്മളെ തേടി എത്തുന്നതിന് മുമ്പായിട്ട് ഭാഗ്യം നമ്മൾ അങ്ങോട്ട് ഭാഗ്യത്തിനെ തേടി പോവുകയും ഭാഗ്യം നമ്മളിലേക്ക് വരികയും ആ ഭാഗ്യത്തിനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുകയും വേണം. പക്ഷെ ഇന്ന് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എല്ലാവർക്കും യോഗം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു, അറ്റ്ലീസ്റ്റ് ചെയ്യാതെ ഒന്നും പരാജയപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.